ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹൗ ടു സ്റ്റഡി ഫോർ ലോങ് അവേഴ്സ് വിത്തൗട്ട് ഗെറ്റിംഗ് ഡിസ്ട്രാക്റ്റഡ് അല്ലെങ്കിൽ വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. ഈ ടോപ്പിക് എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെങ്കിൽ നമ്മുടെ PSC എക്സാമൊക്കെ എഴുതുന്ന എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും മണിക്കൂർ പഠിക്കുക അല്ലെങ്കിൽ ഇന്ന ഒരു ദിവസം ഇത്ര ടോപ്പിക്സ് കവർ ചെയ്യുക. അപ്പോൾ അതിന് സമയം കണ്ടെത്തുക അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ ആ ഒരു ടൈമിൽ പിടിച്ചിരുത്തി നമ്മളെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ നമുക്ക് ടയേർഡ്നെസ് ഒന്നും വരാണ്ട് പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ LDക്ക് വേണ്ടി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് ലോങ് അവേഴ്സ് പഠിച്ചത്, ഞാൻ എന്തൊക്കെ ടെക്നിക്കാണ് ഉപയോഗിച്ചത് എന്നതാണ് നമ്മളിതിൽ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ എല്ലാം അവോയ്ഡ് ചെയ്തു. ഇതായിരുന്നു എൻ്റെ മെയിൻ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, വാട്സാപ്പ് ആയിക്കോട്ടെ, ഇതൊക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്. പഠിക്കാനിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് ഫോണിലാണ് ആക്ച്വലി മെറ്റീരിയൽസ് എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫോൺ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഫോൺ മാറ്റി വെച്ചിട്ട് ഒരു പഠിത്തം നടക്കുന്ന കേസല്ല. അപ്പോൾ ഈ ഫോൺ എടുക്കുമ്പോൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ തന്നെ ഇടയ്ക്ക് നമുക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോകാൻ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആരെങ്കിലും അയച്ചോ എന്നുള്ളത് നോക്കാനൊക്കെ ഭയങ്കര ടെൻഡൻസി ആയിരുന്നു. അപ്പോൾ അതെങ്ങനെ അവോയ്ഡ് ചെയ്യുക, അതെങ്ങനെ ഓവർകം ചെയ്യുന്നതായിരുന്നു ഫസ്റ്റ് ഞാൻ നോക്കിയത്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഞാൻ എന്ത് ചെയ്തു, അൺഇൻസ്റ്റാൾ ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടെമ്പററിലി കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് എടുക്കാം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു. ബിക്കോസ് ടെലഗ്രാം മതിയായിരുന്നു എനിക്ക്. ടെലഗ്രാമിലായിരുന്നു എൻ്റെ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ ഉള്ളത്. പിന്നെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര അത്യാവശ്യമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ടെലഗ്രാമിൽ മെസ്സേജ് അയക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. നല്ല വാട്സപ്പ് ഞാൻ അവോയ്ഡ് ചെയ്തു, ഇൻസ്റ്റാഗ്രാം അവോയ്ഡ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചു. ഇപ്പോൾ യൂട്യൂബിൻ്റെ ആയിക്കോട്ടെ, എന്തിൻ്റെ ആയിക്കോട്ടെ, ടെലഗ്രാമിൻ്റെ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻസ് സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും മെസ്സേജ് അയച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ യൂട്യൂബിൽ എന്തെങ്കിലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തതിൽ അപ്ലോഡ് ആയാലോ ഒന്നും നമുക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് ഒരു ഫോം ഓഫ് ഡിസ്ട്രാക്ഷനാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ടൈമിൽ നമ്മൾ മൊബൈലിലാണ് പഠിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസിലൂടെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവില്ല. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക. നമ്മളെ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വെറുതെ സ്പെൻഡ് ചെയ്ത് നമ്മുടെ ടൈം കളയുന്ന ആപ്പുകളുണ്ടെങ്കിൽ അതിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ടിപ്പ്. ഇനി സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റഡി ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ് കൊണ്ടുവരിക. സ്റ്റഡി ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിരിക്കുന്ന ഡെസ്ക് മുതൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാർ വരെ അത് ഡിപ്പെൻഡ് ചെയ്യും. നമ്മളിരിക്കുന്ന ഡെസ്ക് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് അത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക, ഓർഗനൈസ്ഡ് ആക്കി വെക്കുക. ചില ആൾക്കാരുണ്ട് മെസ്സി ആയിട്ടിരുന്നാൽ അവർ ക്രിയേറ്റീവ് ആവും എന്നൊക്കെ പറയുന്നേക്കാം. പക്ഷേ അത് എല്ലായ്പ്പോഴും അത് ഇഫക്റ്റീവാണ്. നമ്മളെന്താ കുറച്ചൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചാലേ നമുക്ക് തന്നെ ബ്രെയിനിന് തന്നെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ഒരു ഇത്രയെങ്കിലും മിനിമം ഇത്രയെങ്കിലും നീറ്റ്നെസ്സും ക്ലെൻലിനെസ്സും വരുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കുറച്ചെങ്കിലും ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അത് ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് എന്ന് പറയുന്നത് സ്റ്റഡി അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഒത്തിരി ആളും ബഹളവും ഉള്ളിടത്തിരുന്ന് പഠിക്കാണ്ട് കുറച്ച് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റിലേക്ക് മാറുക. പിന്നീടുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ അതേ ഒരു ടേസ്റ്റിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കൂടുതൽ ഇടപെടാൻ ശ്രമിക്കുക. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ സം സോർട്ട് ഓഫ് പീപ്പിൾ ഉണ്ടെങ്കിൽ അവരെ കുറച്ച് സമയത്തേക്ക് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കുറയ്ക്കുക. പിന്നെ നമ്മുടെ അതേ വൈബിൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കുകയാണെങ്കിൽ നമ്മളെപ്പോലെ തന്നെ അപ്പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അങ്ങനെ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ, PR ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത്, അവർ പഠിക്കുന്നുണ്ടോ, അപ്പോൾ അങ്ങനെ ഒരു അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കാരണമാവും. പിന്നെ അതിനുള്ളൊരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുക. ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഓഫ്ലൈനായിട്ട് നമുക്ക് അല്ലെങ്കിൽ 2-3-4 പേര് ചേർന്നിരുന്നിട്ട് പഠിക്കുക. അതല്ല നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് ഗ്രൂപ്പ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ടെലഗ്രാമിൽ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഗ്രൂപ്പ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴി നിങ്ങൾ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3-4-5 ആൾക്ക് കൂടിയിരുന്ന് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റഡി ആണെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂറത്തേക്ക് നിങ്ങളൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ആ 1 മണിക്കൂർ
മണിക്കൂർ ആ ടോപ്പിക്ക് വായിക്കുന്നവരെ നിങ്ങളെല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും. ആൻഡ് ഓൾ സോർട്ട് ഓഫ് ഡിസ്ട്രാക്ഷൻസിൽ നിന്നൊക്കെ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് ആ ഒരു മണിക്കൂർ അവിടെ തന്നെ ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഈ ഗ്രൂപ്പ് സ്റ്റഡി. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എങ്ങനെയും ഒരു ഗ്രൂപ്പ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് അങ്ങനെ ഗ്രൂപ്പൊന്നും ഇല്ലെങ്കിൽ തന്നെ യൂട്യൂബിൽ ഇപ്പം ലൈവായിട്ട് ആൾക്കാർ പഠിക്കുന്നുണ്ട്. 2 hours 5 hours ഒക്കെ ലൈവ് ഇടുന്നുണ്ട് യൂട്യൂബിൽ. അവർ ഈ 5 hours 2 hours പഠിക്കും. അപ്പോൾ അത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ അവരവിടെ നിന്ന് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾ നോക്കുക നിങ്ങളെ എങ്ങനെയാണ് നിങ്ങളെ ആ ഒരു ടൈം ബൗണ്ടിൽ ഇരുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യം എന്താണോ അത് നോക്കുക. അതിൽ മോസ്റ്റ് ഇഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഗ്രൂപ്പ് സ്റ്റഡിയാണ്. എനിക്ക് ഗ്രൂപ്പ് സ്റ്റഡി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ലോങ് അവേഴ്സ് പഠിക്കാൻ അതിനെ സഹായിച്ചു. തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് ഒരു ദിവസം പല സബ്ജക്ട്സ് പഠിക്കുക. ഒരു ദിവസം അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു സബ്ജക്റ്റ് തന്നെ ഞാൻ പഠിച്ചു തീർക്കും എന്നൊരു ഡിറ്റർമിനേഷൻ മാറ്റിയിട്ട് 1 hour ഒരു ടോപ്പിക്കാണെങ്കിൽ നെക്സ്റ്റ് അവർ വേറൊരു ടോപ്പിക്ക് എടുക്കുക. അങ്ങനെ നമ്മൾ ടോപ്പിക്സ് സ്വിച്ച് ചെയ്ത് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബോറടിക്കും, മോണോട്ടണസ് ആയിട്ട് തോന്നും. ബോറടിച്ചിട്ട് നമുക്ക് പഠിത്തം നിർത്താനുള്ള ടെൻഡൻസി വരും. അപ്പോൾ നമ്മൾ പല ടോപ്പിക്സ് ഒരു ദിവസം കവർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അടുത്തൊരു ടിപ്പാണ്, നമ്മളിപ്പോൾ 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു 10 minutes അല്ലെങ്കിൽ ഒരു 15 minutes ബ്രേക്ക് എടുക്കാൻ ശ്രമിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രത്തോളം അവേഴ്സ് പഠിക്കുന്നുണ്ടോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ബ്രേക്ക്സ് എടുക്കുക. അപ്പോൾ ആ ഒരു 1 hour നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 10 to 15 minutes ബ്രേക്ക് എടുക്കുക. ഈ ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഫോൺ എടുത്ത് യൂട്യൂബിൽ കയറുകയെന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിരിക്കുകയെന്നോ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക് എടുക്കുക എന്ന് പറയുമ്പം ഹെൽത്ത് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ചെറിയ സ്ട്രെച്ചുകൾ ചെയ്യണം. കാരണം നമ്മൾ ഒറ്റ ഇരിപ്പിലിരുന്ന് പഠിക്കുമല്ലേ. അപ്പോൾ ചെറിയ സ്ട്രെച്ചൊക്കെ ചെയ്യുക. ഇപ്പം വീട്ടിൽ പെറ്റുള്ള ആൾക്കാരാണെങ്കിൽ ആ പെറ്റിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. ഈ പെറ്റ്സ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് മെത്തഡാണ് സ്ട്രെസ് റിലീഫ് ചെയ്യാനുള്ള. അതുപോലെ തന്നെ നമുക്ക് ഹാപ്പി ഹോർമോൺസ് ലെവലൊക്കെ കൂടുന്നത് പെറ്റ്സ് സഹായിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ കൂടെ തന്നെ കുറച്ച് ചിറ്റ്-ചാറ്റൊക്കെ ചെയ്യുക 15 minutes. അതൊക്കെ നമ്മളുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാനും നമ്മൾക്ക് കുറച്ച് ഹാപ്പിനെസ് ഒക്കെ ഒരു ബ്രേക്ക് എടുക്കാൻ ഒരു 15 minutes ബ്രേക്കിന് ഇതൊക്കെ ഇഫക്റ്റീവാണ്. നെക്സ്റ്റാണ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോൾ വീക്ക്ലി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, മന്ത്ലി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ എനിക്ക് ഇഫക്റ്റീവായിട്ട് തോന്നിയത് ഡെയിലി പ്ലാനേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതായത് ഡെയിലി ഒന്നെങ്കിൽ രാവിലെ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ ഡെയിലി ഇരുന്നിട്ട് എന്താണ് ഇന്ന് പഠിക്കാനുള്ളത് എന്ന രീതിയിൽ ഡെയിലി പ്ലാനർ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പഠിച്ചെല്ലാം കഴിഞ്ഞ് രാത്രിയാകുമ്പോഴത്തേനും നാളെ പഠിക്കാനുള്ള കാര്യങ്ങൾ ഡെയിലി പ്ലാനറായിട്ട് സെറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഒരു റൊട്ടീനായിട്ട് പോവുക. ഇപ്പം ഞങ്ങൾ മീൻസ് ഒരു ഗ്രൂപ്പ് സ്റ്റഡി ആയിരുന്നല്ലോ. അപ്പോൾ 9 മണിക്ക് ഞങ്ങൾ സയൻസ് പഠിക്കും. സയൻസിൽ SCERT വായിക്കും. 9 to 10 SCERT വായിക്കും. അത് നമ്മൾ എക്സാം വരെ അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു ഡെയിലി ബേസിസിൽ ആ 1 hour സയൻസ് ആയിരിക്കും. അങ്ങനെ ഒരു ഡെയിലി ബേസിസിൽ 11 to 12 ആണെങ്കിൽ നമുക്ക് ക്ലാസ് ഉണ്ടാവും. CA ക്ലാസ് ആയിരിക്കും. അങ്ങനെ ഒരു ഡെയിലി ബേസിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നിരുന്നാലും നമുക്ക് അല്ലാതെ ഒരു ഫ്രീ ടൈമിൽ നമ്മൾ സെൽഫ് സ്റ്റഡി ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രാവിലെ എണീറ്റിട്ട് ടൈം സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇന്ന് ഈ ടോപ്പിക്ക് പഠിക്കണം, ഇന്ന ടൈമിൽ ഇത് പഠിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡെയിലി ബേസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ തന്നെ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലോ ഇരുന്ന് ഒരു ഡെയിലി പ്ലാനർ സെറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, കീപ് മോട്ടിവേറ്റിംഗ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ട് സദാസമയം ഇരുന്ന മോട്ടിവേറ്റിംഗ് വീഡിയോസ് കണ്ടിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. നിങ്ങളൊരു മോട്ടിവേറ്റർ ആവുക നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതായത് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, നമ്മൾ പഠിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ആവാം, എവിടെയൊക്കെ പോവാം, ആർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാം, നമുക്ക് തന്നെ എന്തൊക്കെ വാങ്ങാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രോങ് റീസൺ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ട്രോങ് റീസൺ, ആ റീസൺ എപ്പോഴും ഓർത്ത് വെക്കുക. വേണമെങ്കിൽ എഴുതി ഒട്ടിച്ച് വെച്ചു നമ്മുടെ ഭിത്തിമേൽ. എന്ന് രാവിലെ എണീക്കുമ്പോൾ അത് കാണട്ടെ, എന്നിട്ട് അത് മോട്ടിവേറ്റഡ് ആവട്ടെ. അപ്പോൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോ ദിവസം എണീക്കുമ്പോഴും പഠിക്കാനുള്ളൊരു ത്വര കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ കീപ് മോട്ടിവേറ്റിംഗ് യുവർ സെൽഫ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ.